കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് രാവിലെ ഉച്ചകഴിഞ്ഞ സമയം കർത്താവേ, നിന്റെ വചനത്തിന് മുമ്പിൽ ഞങ്ങൾ കടന്നുവരുവാൻ നീ ഞങ്ങൾക്ക് ആരോഗ്യം വരുന്നതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ വചനം ധ്യാനിക്കും തോറും അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശ വർദ്ധിക്കുവാനും കർത്താവെ ആഴങ്ങളിലൊക്കെ ദൈവങ്ങൾ ഇറങ്ങി ചെന്ന് ആത്മീയ മർമ്മങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവെ ഞങ്ങളുടെ ആത്മീയ ജീവിതം പുഷ്ടിപ്പെടുത്തുവാൻ തൊക്കൊണ്ടും ധൈര്യപ്പെടുത്തുവാൻ തൊക്കൊണ്ടും ദൈവടിയാകണമെന്ന് അപേക്ഷിക്കുന്നു. ലീഡിയുന്ന മണിക്കുട്ടിക്കായി സ്തോത്രം, തിരുവചനം വായിച്ചിരുന്ന സഹോദരിക്കായി സ്തോത്രം, എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്നപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ പിതാവേ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും സ്നേഹം എന്ന് അറിയിക്കുന്നു. നമ്മൾ പഠിക്കുന്നത് സ്റ്റഡി അബൌട്ട് ജീസസ് ആൻഡ് ദി സെക്കൻഡ് കമ്മിങ് ഫ്രം ജെനസിസ് ടു റെവലേഷൻ. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ളതായ സ്തോത്രം യേശുവിനെ കുറിച്ചും കർത്താവിൻ്റെ വരവിനെ കുറിച്ചും ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ കൂടി ധ്യാനിക്കുന്നത്. സ്തോത്രം 181 സെഷനാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ധ്യാനത്തിൽ നടത്തുന്നതായ ഭാഗം അമ്മിണിക്കുട്ടി വായിച്ചു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 5-ാം. ഓക്കെ, 4, 5, 7. ഓക്കെ, സ്തോത്രം. അതെ, 8ലോട്ട് നമ്മൾ കയറിയില്ല അല്ലേ? സ്തോത്രം. വായിച്ചു. സ്തോത്രം. പിശാച് അവനെ വിശുദ്ധ മന്ദിരത്തിൽ കൊണ്ടുപോയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതായത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ധ്യാനിച്ചായിരുന്നു. പിശാച് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് സ്തോത്രം ദർശനത്തിലാണോ ആക്ഷരികമായിട്ടാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്നതായി. സ്തോത്രം. ഹല്ലേലൂയ. യെരുശലേം എന്ന് പറഞ്ഞ പട്ടണം വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി. വിശുദ്ധ നഗരം യെരുശലേമാണ്. ഓരോ വാക്കൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. നെഹമ്യാവ് 11:1 വായിച്ചേ. നെഹമ്യാവ് 11:1. ജനത്തിന്റെ പ്രഭുക്കന്മാർ യെരുശലേമിൽ പാർത്തു. ശേഷം ജനം 10 പേരിൽ ഒരാളെ വിശുദ്ധ നഗരമായ യെരുശലേമിൽ പാർക്കേണ്ടതിന് കൊണ്ടുവരുവാനും 9 പേരെ മറ്റു പട്ടണങ്ങളിൽ പാർപ്പിക്കാനും തക്കവണ്ണം ചീട്ടിട്ടു. 2-ാം വാക്യം. എന്നാൽ യെരുശലേമിൽ പാർപ്പാൻ സ്വമേധയാ സമ്മതിച്ച എല്ലാവരെയും ജനം അനുഗ്രഹിച്ചു. ആമേൻ. അപ്പൊ ഇവിടെ ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. യെരുശലേം എന്ന് പറഞ്ഞ പട്ടണത്തെക്കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്, പഠിക്കുന്നുണ്ട്. അത് വളരെ ആത്മീയ അർത്ഥമുള്ള കാര്യമാണ്. വെളിപ്പാട് വരെയും പുതിയ യെരുശലേമിനെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ പലകയിൽ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പം നാം നോർമൽ രീതിയിൽ ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. നല്ല വീട്, ഒരു നല്ല പാർപ്പിടം, ഒരു നല്ല ഏരിയ, ഇതൊക്കെ സ്വാഭാവികമായിട്ടും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ഒരു വിശുദ്ധനെ സംബന്ധിച്ച്, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നാം ഇവിടെ നിന്നും പോകേണ്ടവരാണല്ലോ, പോയേ പറ്റൂ. അപ്പോൾ നമ്മൾ അവിടോട്ടുള്ളതായ പ്രയാണം, അവിടെ ചെന്നെത്താനുള്ളതായ ആ പ്രാഗൽഭ്യവും താല്പര്യവും നമുക്ക് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അതിനെക്കുറിച്ചുള്ളതായ പഠനത്തിൽ കൂടിയാണ്. യെരുശലേം എന്താണ്, ആരവിടെ താമസിക്കുന്നു, എങ്ങനെയുള്ളവരാണ് അവിടെ കടന്നു വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചാലേ നമുക്കും അതിലോട്ടുള്ളതായ ഒരു കമ്മിറ്റ്മെൻറ്റും താല്പര്യവും ഒരു സമർപ്പണ ബോധവും ഒക്കെ നമുക്ക് ഉണ്ടാകുകയുള്ളൂ. വെറുതെ ഞാനെപ്പോഴും പറയുന്നവരെ കുറേ വാക്യങ്ങളിലേക്ക് വായിച്ച് കേട്ട് പെട്ടെന്നങ്ങ് പോയി അങ്ങനെ പോകുകയല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നു. അല്ല, ഇതിനൊക്കെ ഡീപ്പായ അർത്ഥങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ വായിച്ചത്, അതായത് ജനം യെരുശലേമിൽ അവർ ബാബിലോണിൽ നിന്നും വന്ന ജനം ജനത്തെ അധിവസിപ്പിക്കുകയാണ്. ഓക്കെ, നെഹമ്യാവ് ചെയ്യാണ്.
അതാണ് നമ്മളിവിടെ ഈ 11-ാം അധ്യായത്തിൽ കാണുന്നത്. ജനം അപ്പം ആ കൂട്ടത്തിൽ വിശുദ്ധ നഗരമായ യെരൂശലേമിൽ പുനർ അധിവസിക്കുവാൻ ഇത് ചീട്ടിടുന്നു. എന്നാൽ 2-ാം വാക്യത്തിൽ വായിക്കുകയാണ്, യെരൂശലേമിൽ പാർക്കാൻ സ്വമേധയാ സംബന്ധിച്ച എല്ലാവരെയും ജനം അനുഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു കമ്മിറ്റ്മെന്റ് കാണുന്നുണ്ട്. ഈ വന്ന ജനം ചിലർക്ക് മറ്റ് ഏരിയയിൽ താമസിക്കാൻ താല്പര്യപ്പെട്ടു. മറ്റ് ഏരിയയിൽ താമസിക്കാൻ താല്പര്യപ്പെട്ടു. എന്നാൽ യെരൂശലേമിൽ പാർക്കാൻ സ്വമേധയാ സംബന്ധിച്ച ഒരു കൂട്ടരുണ്ട്. നമ്മൾ കർത്താവിൻ്റെ കൂടെ നടക്കാൻ താല്പര്യമുള്ളവർ, അതെ കർത്താവിൻ്റെ കൂടെ വെളിപ്പാട് 14 ഉണ്ട്. 144,000 പേര് കർത്താവിൻ്റെ കൂടെ നടക്കുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നടക്കാൻ എന്തോ അനുഗമിക്കുന്നു. അപ്പം അങ്ങനെ നടക്കാൻ താല്പര്യമുള്ളവരുമുണ്ട്, പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. ആത്മീയ ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും ഒരുപോലെ അല്ല. അപ്പം സ്വമേധയാ പാർക്കാൻ താല്പര്യമുള്ള ഉണ്ട്. അപ്പം അവരെ കുറിച്ച് പിന്നെ അവരെ അനുഗ്രഹിക്കുന്നു. എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ചു. അപ്പം നമുക്ക് യെരൂശലേമിൽ പാർക്കാൻ, സ്വർഗീയ നാട്ടിൽ താമസിക്കാൻ നമുക്ക് എത്രത്തോളം താല്പര്യമുണ്ട് എന്ന് നാം ഇവിടെ ചിന്തിക്കേണ്ട വിഷയമാണ്. ഈ യെരൂശലേമിൽ പാർക്കുക എന്ന് പറയുമ്പം എല്ലാവരും യെരൂശലേമിൽ ചെല്ലുന്നില്ല, ഉണ്ട്. ഇപ്പം തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, പുതിയ ഭൂമി, പുതിയ ആകാശം, പുതിയ യെരൂശലേം, ഇതൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഈ ലോകത്തിൽ ഇവിടെ ആയിരിക്കുമ്പോൾ നാം എങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ നമ്മളെ ഏൽപ്പിച്ച ടാലന്റുകൾ നാം എങ്ങനെ വിനിയോഗിച്ചു, നാം എത്ര നേടി, ഇതൊക്കെ ദൈവം കണക്കിലെടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് യേശുവിനെ അനുഗമിക്കുന്ന ഒരു കൂട്ടർ ഉളവാകുന്നത്, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതെല്ലാവർക്കും കിട്ടുകയും ചെയ്യും. ആരൊക്കെ ആഗ്രഹിക്കുന്ന അവർക്ക് കിട്ടും. അപ്പം ഇവിടെ കടന്നു വന്ന ജനം സ്വമേധയാ യെരൂശലേമിൽ പാർക്കാൻ സമ്മതിച്ചവരുണ്ട്. ചിലപ്പോൾ അവിടെ ഞാനൊക്കെ പറയാണ്, എൻ്റെ ഭാവനയെ പറയുകയാണ്, ചിലപ്പോൾ അവിടെ കൃഷിഭൂമി കാണത്തില്ലായിരിക്കാം, അല്ലെങ്കിൽ ബേത്ലഹേമിലുള്ളതുപോലുള്ളതായ ഗോതമ്പ് കൃഷി കാണത്തില്ലായിരിക്കാം, അല്ലെങ്കിൽ സീനായി ഭാഗത്ത് എന്തെങ്കിലും കൾട്ടിവേഷൻ ഉണ്ടെങ്കിൽ അത് കിട്ടത്തില്ലായിരിക്കാം, അല്ലെങ്കിൽ നസ്രത്തിൽ കാണത്തില്ലായിരിക്കാം, കഫർനഹൂമിൽ കാണത്തില്ലായിരിക്കാം, അല്ല ഉണ്ടായിരിക്കാം. ഇതൊക്കെ ഓരോരുത്തരും ഒരു ചോയ്സാണ്. ഇപ്പം നമ്മൾ അമേരിക്കയിൽ കടന്നു വന്നത് തന്നെ ന്യൂയോർക്കിലുള്ളവർ ഡാളസിലോട്ട് മൂവ് ചെയ്യുന്നു, ഫ്ലോറിഡയിലോട്ട് മൂവ് ചെയ്യുന്നു, അല്ലേ? ഇതൊക്കെ ഓരോരോ കാര്യങ്ങൾ കാലാവസ്ഥയുടെ സാഹചര്യം അനുസരിച്ച് മൂവ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ പല രീതിയിൽ മൂവ് ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നതുപോലെ വിശ്വാസിയെ സംബന്ധിച്ച് നാം എവിടെ പാർക്കാൻ ആഗ്രഹിക്കുന്നു? അപ്പോൾ സ്വമേധയാ യെരൂശലേമിൽ പാർത്തവർ ഒരു കാര്യം ചിന്തിക്കാനുണ്ട്. ഉൽപ്പത്തി 35:3 വായിച്ച്. ഉൽപ്പത്തി 35:3. ആരെങ്കിലും വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വായിക്കണമേ. ഞാനിത് ഉൽപ്പത്തി 35:3. നാം പുറപ്പെട്ട് ബാബേലിലേക്ക് പോകാം. എന്റെ കഷ്ടകാലത്ത് ഞാൻ പുറപ്പെട്ട് ബഥേലിലേക്ക് പോകാം. എന്റെ കഷ്ടകാലത്ത് എന്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോടുകൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. ആമേൻ. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇവിടെ വായിച്ചത്. ഇവിടെ നമ്മൾ വളരെ ആത്മീയ അർത്ഥം ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ആത്മീയ അർത്ഥവും ആത്മീയ പൊരുളും കിടപ്പുണ്ട്. ഇത് 1 മുതൽ വായിക്കാൻ സാധിക്കും. നമുക്കറിയാവുന്നതാണ്. 35-ാം അധ്യായത്തിൽ 1 മുതൽ. അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബഥേലിൽ ചെന്ന് പാർക്കാം. നിന്റെ സഹോദരനായ ഏശാവിന്റെ മുമ്പിൽ നിന്ന് നീ
അപ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. അപ്പോൾ യാക്കോബ് തന്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും ഞങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് ഞങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുകയും നാം പുറപ്പെട്ട് ബഥേലിലേക്ക് പോകാം. എന്റെ കഷ്ടകാലത്ത് എന്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോടുകൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. ആമേൻ. അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ഒക്കെയും ധാതുകളിലെ കുണുക്കുകളെയും യാക്കോബിന്റെ പക്കൽ കൊടുത്തു. യാക്കോബ് അവയെ ശേഖേമിനരികെയുള്ള കരുവേലകത്തിന് കീഴിൽ കുഴിച്ചിട്ടു. ആമേൻ. 5-ാം വാക്യം. പിന്നെ അവർ യാത്ര പുറപ്പെട്ടു. അവരുടെ ചുറ്റും ഇരുന്ന പട്ടണങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഭീതി വീണത് കൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ ആരും പിന്തുടർന്നില്ല. അപ്പോൾ ഒരു കാര്യം കാണുന്നുണ്ട്. ഇത് ബേഥേൽ എന്ന് പറയുന്നത് ഹൗസ് ഓഫ് ഗോഡ് ആണ്. അപ്പം ദൈവം യാക്കോബിനോട് പറയുകയാണ്, നീ യേശാവിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷമായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കാൻ പറയുകയാണ്. അപ്പോൾ ഒരു കണ്ടീഷനുണ്ട് അവിടെ. 2-ാം വാക്യത്തിൽ വായിക്കുന്നു, നിങ്ങളുടെ അന്യദേവന്മാരെ നീക്കിക്കളയണം, നിങ്ങളുടെ ഇടയിലുള്ളത് നിങ്ങളുടെ ആഭരണങ്ങളെല്ലാം അവിടെ കുഴിച്ചിടണം. 4-ാം വാക്യത്തിൽ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ഒക്കെയും കാതുകളിലെ കുണുക്കുകളും യാക്കോബിൻ്റെ പക്കൽ കൊടുത്തു. യാക്കോബ് അവയെ ശേഖേമിനരികെയുള്ള കരുവേലകത്തിന് കീഴിൽ കുഴിച്ചിട്ടു. അപ്പോൾ ഇവിടെ മുതലാണ് നമ്മൾ ബേഥേലിൽ പോകണമെന്നുണ്ടെങ്കിൽ കണ്ടീഷനുണ്ട്. ബേഥേലിലോട്ട് ദൈവം പ്രത്യക്ഷമായ സ്ഥലമാണ് യാക്കോബിന്. അപ്പം ബേഥേലിൽ പോകണമെന്നുണ്ടെങ്കിൽ നീ കണ്ടീഷൻ പാലിച്ചേ പറ്റുള്ളൂ ആണ്. യെരുശലേമിൽ നമ്മൾ നെഹമ്യാവ് കണ്ടു. യെരുശലേമിൽ പാർക്കാൻ സ്വമേധയാ താല്പര്യമുള്ളവർ ഉണ്ട്, നിർബന്ധ ബുദ്ധിയല്ല. ഇതാണ് നമ്മൾ പലപ്പോഴും ഈ കാര്യങ്ങൾ ഇന്ന് സഭാമണ്ഡലത്തിൽ പഠിപ്പിക്കുന്നില്ല. ഉണ്ടായിരുന്നു. അപ്പം യെരുശലേമിൽ പാർക്കണമെന്നുണ്ടെങ്കിൽ കണ്ടീഷനുണ്ട്. ബേഥേലിൽ പോകണമെന്നുണ്ടെങ്കിൽ അത് വിശുദ്ധ സ്ഥലമാണ്. യാക്കോബിന് ദൈവമാണ് പറഞ്ഞത്, നീ ബേഥേലിലോട്ട് പോയി നിന്നോട് ഞാൻ അവിടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാകും. ആദ്യം നിങ്ങളുടെ വസ്ത്രം, നിങ്ങളുടെ ഇന്നത്തെ ഫാഷനബിൾ ഡ്രസ്സൊക്കെ മാറ്റി അതൊക്കെ ശുദ്ധീകരിച്ച് മാന്യമായ രീതിയിൽ വസ്ത്രമൊക്കെ ധരിച്ച് ആഭരണമൊക്കെ കൊണ്ടുവന്ന് കുഴിച്ചിട്ട് ആഭരണം പൊക്കിയെടുത്തു. ഇത് പറയാതിരിക്കാൻ ഒക്കത്തില്ല. കാര്യം പെന്തക്കോസ്ത് പ്രസ്ഥാനം തുടങ്ങിയ സമയത്ത് ആഭരണം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു. ആഭരണം ഉപേക്ഷിച്ചു. ആഭരണം പൊക്കിയെടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഞാൻ ചോദിക്കുന്നത്, ആരും തെറ്റിദ്ധരിക്കേണ്ട. ആരും തന്നെ കല്ലെറിയാൻ വരണം, കല്ലെറിയാനും കുഴപ്പമൊന്നുമില്ല, നോ പ്രോബ്ലം. ഓക്കെ, അതിനകത്ത് ഉള്ള കാര്യം തുറന്ന് പറയണം. അപ്പം ഈ കുഴിച്ചിട്ടതിനെ പൊക്കിയെടുത്തു കഴിഞ്ഞാൽ ബേഥേലിൽ പാർക്കാൻ പറ്റുമോ? യെരുശലേമിൽ പാർക്കാൻ പറ്റുമോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം ആണ്. ഇതൊന്നും ആരെയും ഹാപ്പിയാക്കാനും ആരെ പ്രീതിപ്പെടുത്താനും അല്ല ഇവിടെ പ്രസംഗിക്കുന്നത്. അല്ല, ദൈവവചനമാണ് സംസാരിക്കുന്നത്. ഞാനായാലും കൊള്ളാം, ഇത് ആപ്ലിക്കബിളാണ്, മനസ്സിലാക്കണം. സ്തോത്രം. അപ്പം ഇവിടെ നമ്മൾ അത് കുഴിച്ചിട്ടതിനെ പിന്നെ പൊക്കിയെടുക്കും. പിന്നെ ദൈവം എന്താ പറയുക? പിന്നെ ദൈവം അതിൻ്റെ വഴിക്ക് നമ്മൾ പറഞ്ഞ കളി നമ്മൾ തിരുവനന്തപുരത്ത് പലപ്പോഴും കാണുന്നത്. അതുകൊണ്ട് ദൈവം എല്ലാം അംഗീകരിക്കണമെന്നുണ്ടോ? ഒന്നുമില്ല. ദൈവത്തിൻ്റെ കണ്ടീഷൻ വ്യവസ്ഥകൾ നമ്മുടെ ഒരു സഭയിൽ 100 പേരുണ്ട്. 5 പേര് വചനത്തിന് വേണ്ടി നിൽക്കുന്നവരായിരിക്കും, പ്രമാണങ്ങൾക്ക് നിൽക്കുന്നവർ. 95 പേര് അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ലോകം അംഗീകരിക്കുന്നത്, അതാ പോകുന്നത്. അത് കാര്യമില്ല ദൈവമക്കളെ. നോ, നോട്ട് അറ്റ് ഓൾ, നെവർ, നോ. അത് അംഗീകരിക്കപ്പെടുന്ന കാര്യം, ദൈവം അംഗീകരിക്കുന്ന കാര്യങ്ങളല്ല. ജനസംഖ്യ നോക്കിയും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുമല്ല ദൈവം യേശുവിനെ അനുഗമിക്കുന്നവർ അവരിൽ കാപട്യമില്ല, അവർക്ക് ഹൈ ക്വാളിഫൈഡ് ആയിരിക്കും, അവരിൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ, അവരുടെ വായിൽ അസത്യമില്ലായിരുന്നു, അശുദ്ധി ഇല്ലായിരുന്നു,
ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ അതെ കണ്ടീഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. സ്തോത്രം. അതെ ദൈവമക്കളെ, അതെ. അപ്പം യെരുശലേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് വരുമ്പോൾ ചില കാര്യങ്ങൾ ധ്യാനിക്കാനുണ്ട്. യെഹെസ്കേലിന് യെരുശലേം ദേവാലയത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചായിരുന്നു അല്ലേ അമ്മക്കുട്ടി? വായിച്ചോ? അതൊന്ന് വായിച്ചു. 8-ാം അധ്യായം 1-3. യെഹെസ്കേൽ 8-ാം അധ്യായം 1-3. 6-ാം ആണ്ട് 6-ാം മാസം 5-ാം തീയതി ഞാൻ വീട്ടിലിരിക്കുകയും യഹൂദ മൂപ്പന്മാർ എന്റെ മുമ്പിൽ ഇരിക്കുകയും ചെയ്തപ്പോൾ അവിടെ യഹോവയായ കർത്താവിന്റെ കൈ എന്റെ മേൽ വന്നു. അപ്പോൾ ഞാൻ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം കണ്ടു. അവന്റെ അര മുതൽ കീഴോട്ട് തീ പോലെയും അര മുതൽ മേലോട്ട് ശുക്ല സ്വർണത്തിന്റെ പ്രഭ പോലെയും ആയിരുന്നു. അവൻ കൈ പോലെ ഒന്ന് നീട്ടി എന്നെ തലമുടിക്ക് പിടിച്ചു. ആത്മാവ് എന്നെ ഭൂമിയുടെയും ആകാശത്തിന്റെയും മധ്യയെ ഉയർത്തി ദിവ്യ ദർശനങ്ങളിൽ യെരുശലേമിൽ വടക്കോട്ടുള്ള അകത്തെ വാതിൽക്കൽ കൊണ്ടുവന്നു. അവിടെ തീഷ്ണത ജനിപ്പിക്കുന്ന തീഷ്ണതാബിംബത്തിന്റെ ഇരിപ്പിടം ഉണ്ടായിരുന്നു. അവിടെ ഞാൻ സമഭൂമിയിൽ കണ്ട ദർശനം പോലെ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരുന്നു. അപ്പോൾ യെരുശലേമിലെ കാര്യങ്ങളാണ്. അപ്പം യെരുശലേം വിശുദ്ധ നഗരമാണ്, ആലയമുണ്ട്. നമ്മളിപ്പം ഉൽപ്പത്തി വായിച്ച ഒരു കാര്യം കൂടി ചിന്തിക്കാനുണ്ട്. അവർ ബഥേലിൽ അത് കുഴിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ശത്രുക്കൾ പിന്നെ ഈ ഇസ്രായേൽ മക്കളെ പിന്തുടർന്നില്ല. അവർ ഭയപ്പെട്ടു അല്ലേ? നമ്മളിങ്ങോട്ട് വായിച്ചു ഓർക്കുന്നുണ്ടല്ലോ. വായിച്ചു ലാസ്റ്റ് അത് വായിച്ചു 35-ാം അധ്യായത്തിൽ ഇല്ലേ? വായിച്ചു 5 വായിച്ചു. അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള എന്റെ ദേവന്മാരെയൊക്കെയും കാതുകളിലെ കുണക്കുകളെ യാക്കോബിന്റെ പക്കൽ കൊടുത്തു. യാക്കോബ് അത് ശേഖേമിനരികിലുള്ള കരുവേലകത്തിന് കീഴിൽ കുഴിച്ചിട്ടു. പിന്നെ അവർ യാത്ര പുറപ്പെട്ടു. അവരുടെ ചുറ്റും വരുന്ന പട്ടണങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഭീതി വീണതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ ആരും പിന്തുടർന്നു. അതാണ് വിശുദ്ധിയുടെ പ്രമാണത്തിൽ ജീവിക്കുമ്പോൾ ഒരു ശത്രു നമ്മൾ കീഴ്പ്പെടുത്തുന്നില്ല. കണ്ടോ? ഇവിടെ ഒരു കാര്യം നമ്മൾ കാണുകയാണ്. പ്രമാണങ്ങൾ അനുസരിക്കുമ്പോൾ ഇവിടെ കണ്ടോ, പിന്നെ അവർ യാത്ര പുറപ്പെട്ടു. ഗോഡ്സ് പ്രൊട്ടക്ഷൻ. അവരുടെ ചുറ്റുമിരുന്ന പട്ടണങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഭീതി വീണതുകൊണ്ട് ഈ യാക്കോബിന്റെ പുത്രന്മാരെ ആരും പിന്നെ പിന്തുടരുന്നില്ല. കണ്ടോ? അതാണ് ദൈവവചനത്തെ നാം പിന്തുടരുമ്പോൾ ഒരു ശത്രു നമ്മളെ പരാജയപ്പെടുത്തത്തില്ല. മനസ്സിലാക്കണം. കർത്താവായ യേശു ഇവിടെ നമ്മൾ മത്തായിയുടെ സുവിശേഷം ഈ 4-ാം അധ്യായത്തിൽ പിശാച് അതായത് യേശുവിനെ വീഴിക്കാൻ നോക്കുകയാണ്. എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും വീഴുമോ എന്ന് നോക്കുകയാണ്. അതെ, ഒറ്റ ആക്ഷൻ, വീടെങ്ങനെ നമസ്കരിക്കുക. നിങ്ങൾ എത്ര പേര് പ്രമാണങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരുണ്ട്? മറ്റുള്ളവർ പറയുന്ന ഭൂരിപക്ഷം പറയുന്നതിന് കൈയടിക്കുന്നവരാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ 12 പേര് ദേശം ഒറ്റുനോക്കാൻ പോയി. 2 പേര് മാത്രമേ കീഴടക്കുന്ന കാര്യം 10 പേര് 10 ഭൂരിപക്ഷം. അതെ, നമ്മളാണെങ്കിൽ ഭൂരിപക്ഷത്തിനോടെ നിൽക്കും. 10 പേരുടെ കൂടെ നമ്മൾ നിൽക്കും. അവർ പറയുന്നത് ശരിയെന്ന് പറയും. അതായത് പോക്ക്. അപ്പം നാം ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ, അതായത് അതെ, നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഭീതി ഉണ്ടാകണം. ഈ ആള് നല്ല ആളല്ല, കിട്ടത്തില്ല. അതായത് ലോകപ്രകാരം എല്ലാത്തിനും കൈയടിച്ചും പാസ്സാക്കിയും പ്രമാണങ്ങൾ ലംഘിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ലോകം അംഗീകരിക്കുമായിരിക്കും. ലോകം ശവടക്കത്തിന് വരുമ്പം അല്ലേ മികച്ച ആളായിരുന്നു ഇതൊക്കെ പറഞ്ഞ് പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്യും. അതുകൊണ്ട് പുണ്യവാളനാവണമെന്നുണ്ടോ? ഒന്നുമില്ല, ഒരിക്കലുമില്ല. ദൈവപ്രമാണങ്ങളെ
നെഹമ്യാവിൻ്റെ കാലത്ത് അപ്പോൾ കടന്നു വന്നവരിൽ ഇത് നമ്മളിപ്പോൾ കണ്ടതുപോലെ യെരുശലേമിൽ പാർക്കാൻ താല്പര്യമുള്ള കുറേ പേരുണ്ടായിരുന്നു. എല്ലാവരും ഈ പറഞ്ഞത്. അതെ, ബോസൻ സഭയിൽ എത്ര പേര് പ്രമാണങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരുണ്ട്, പ്രമാണത്തെ ഉയർത്തിപ്പിടിക്കുന്നവരുണ്ട്. അത് അതുപോലെ തന്നെ ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പം യേശുവിനെ ഇത് ശലോമോന മണ്ഡപം, നമുക്കത് നോക്കണം. ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ ശലോമോന മണ്ഡപം അവിടെ ഉണ്ട്. 3:11 ഉണ്ട്, നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് കർത്താവിൻ്റെ സഹോദരൻ യാക്കോബിനെ ഈ ദേവാലയ ഗൃഹത്തിൽ നിർത്തി താഴോട്ട് തള്ളിയിട്ട് കൊന്നെന്നാണ് എഗസ്റ്റിപ്പസ് എന്ന് പറഞ്ഞ ചരിത്രകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിൻ്റെ സഹോദരനായ യാക്കോബിനെ ഈ ഓക്കെ, നമ്മൾ യാക്കോബിൻ്റെ ലേഖനം പഠിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ശനിയാഴ്ച അല്ലേ, ഓർക്കുന്നുണ്ടല്ലോ. ഓക്കെ, യാക്കോബിനെ അപ്പം തള്ളിയിട്ട് കൊന്നു കളഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പം സാത്താൻ യേശുവിനെ പറയാണ്, തിരുവഴുത്ത് വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, പിന്നെ താഴോട്ട് ചാടാൻ. അപ്പോൾ എല്ലാ കാര്യവും സാത്താൻ പറഞ്ഞ് എഗ്രി ചെയ്തു. അവസാനം ഒരു കാര്യം പറഞ്ഞു, എന്തോ നമസ്കരിക്കും, താഴോട്ടൊക്കെ ചാട്ടും. തിരുവഴുത്തുകളൊക്കെ ചെയ്തു. നിങ്ങൾ പള്ളിയിൽ പോവുകയും തിരുവത്താഴം എടുക്കുകയും ദശാംശം കൊടുക്കുകയും സാക്ഷ്യം പറയുകയൊക്കെ ചെയ്തു. സാത്താൻ പറയുന്നത് ചെയ്തോണം. താഴോട്ട് ഒരു ചാട്ടം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു പാരച്ചൂട്ടിൽ എന്നപോലെ താഴേക്ക് വന്നാൽ താഴോട്ട് ചാടിയാൽ പിതാവിൻ്റെ അനുവാദം ഉണ്ടെങ്കിൽ ചാടിയാൽ യേശുവിനെ താങ്ങാൻ ആളുണ്ടല്ലേ, ഉണ്ട്. പക്ഷെ അങ്ങനെ യേശു ചാടത്തില്ലല്ലോ, പിതാവിൻ്റെ അല്ലേ. അങ്ങനെ ദുർവിനിയോഗം ചെയ്യാനുള്ള കാര്യം, ദുർവിനിയോഗം ചെയ്യാൻ പറ്റത്തില്ല വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ 10 പേര് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കണമെന്നില്ല. അതൊക്കെ നമുക്കൊരു പ്രമാണമുണ്ട്, ആ പ്രമാണത്തെ നാം മുറുകെ പിടിക്കണം. അപ്പം 2 Corinthians 11:3 വായിച്ചു. 2 Corinthians 11:3. 2 Corinthians 11:3. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ആമേൻ. അപ്പോൾ 11:4 വാക്യം വായിക്കും. അടുത്ത വാക്യം കൂടി. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഏതാ കുട്ടി വായിച്ചത്? 2 Corinthians 11:3-4. സോറി, എനിക്ക് തെറ്റിപ്പോയി. 3:4 13:4 വായിക്കും. ഓക്കെ, 13:4. സ്തോത്രം. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, നമ്മുടെ വേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്ര. അത് ആശ്ചര്യവുമല്ല. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. അപ്പം സാത്താന്റെ വെളിച്ചദൂതം ധരിച്ചുകൊണ്ട് കള്ള അപ്പോസ്തലന്മാരും നമ്മുടെ വേലക്കാരും വന്നാൽ അതിൽ ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല. അപ്പൊ ഇതിനെ നമ്മളെങ്ങനെ റിക്കഗ്നൈസ് ചെയ്യുന്നത്? വചനത്തിൽ കൂടിയും
പിന്നെ വെളിപ്പാടിൽ കൂടിയും അല്ലെ ദൈവം ഇടപെട്ട് മനസ്സിലാക്കുവാണെങ്കിൽ മനസ്സിലാക്കിയ നല്ല കാര്യം. വചനത്തിൽ കൂടിയാണ് ഈ ഔവായ്ക്ക് സംഭവിച്ചതുപോലെ സംഭവിക്കാതിരിക്കാൻ തക്കോണം നമ്മൾ വചനത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പോയാൽ നമ്മളെ ആരും വീഴിക്കത്തില്ല. അതായത് അപ്പം സാത്താൻ്റെ വേണമെങ്കിൽ ബൈബിളും സാത്താൻ്റെ കയ്യിൽ ബൈബിളും കാണും ഉണ്ടല്ലോ. ഇവിടെ പറഞ്ഞല്ലോ കള്ള അപ്പോസ്തലന്മാർ ബൈബിളും കയ്യിലുണ്ടല്ലോ. കപട വേലക്കാരുടെ കയ്യിലും ബൈബിളുണ്ടല്ലോ. ഉണ്ട്. തിരുവെഴുത്തുകളൊക്കെ അവരുടെ കയ്യിലുണ്ട്, വായിലുമുണ്ട് ഉണ്ട്. അപ്പോൾ സാത്താൻ വിളിച്ചതിൻ്റെ വേഷത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. അതെ, സ്തോത്രം. നമ്മൾ 91 സങ്കീർത്തനം 1 to 3 എന്ന് വായിക്കാം. 91 സങ്കീർത്തനം 1 to 3. 91 മുതൽ 3 വരെ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ എന്നെ വേട്ടക്കാരന്റെ കനയിൽ നിന്നും നാശകരമായ മഹാമാരികളെ വിടുവിക്കും. ആമേൻ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തോ? അതായത് 11-ാം വാക്യം വായിച്ച ഇനി ഇത് തന്നെ 11-ാം വാക്യം. എന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ പുരുഷന്മാരോട് കൽപ്പിക്കും. നിന്റെ എല്ലാ വഴികളിലും പിശാച് ഇതൊക്കെ പറയുമ്പോഴും നിന്റെ എല്ലാ വഴികളിലും ഈ ഭാഗം ഉദ്ധരിക്കുന്നില്ല. നിന്റെ എല്ലാ വഴികളിലും ദൂതന്മാരാൽ കാക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ വഴിയിൽ കൂടി പോകുമ്പോൾ മാത്രമായിരിക്കും. ബെഥേലിൽ ദൈവം പറഞ്ഞതനുസരിച്ച് അവർ ദൈവത്തെ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ കാതിലെ കുണുക്കും കമ്മലും മോതിരവും എല്ലാം കൊണ്ട് കുലുക്കിയിട്ട് കഴിഞ്ഞ് അരുതാത്ത വസ്ത്രങ്ങളൊക്കെ മാറ്റി ശുദ്ധീകരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ശത്രുവിനും ഒരാൾക്കും ഇസ്രായേലിനെ പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല എന്ന് നമ്മൾ വായിച്ചു. അപ്പം നമ്മുടെ എല്ലാ വഴികളിലും അവൻ നമ്മളെ പരിപാലിക്കുന്ന ദൈവമാണ്. ആണ് ദൂതന്മാരാൽ കാക്കപ്പെടും. അത് എപ്പോഴും ദൈവത്തിൻ്റെ വഴിയിൽ കൂടി പോകുമ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഭാഗം ഒഴിവാക്കിക്കൊണ്ട് പിശാചി വാക്യം ഉദ്ധരിക്കുകയാണ്. അതായത് സ്തോത്രം. അപ്പം കർത്താവിനെ പരീക്ഷിക്കുവാൻ പിശാച് ചെയ്ത ഈ സാഹചര്യത്തെ, ഈ സാഹസത്തെ കർത്താവ് തകർത്ത് കളഞ്ഞു. എങ്ങനെ തകർത്ത് കളഞ്ഞു? അത് വായിക്കാം. വചനം. റൈറ്റ്, യെസ്, ദാറ്റ്സ് റൈറ്റ്. അതെ, നമുക്കൊന്ന് വായിക്കാം. ആവർത്തനം 6:6 എന്ന് വായിക്കാം. ആവർത്തനം 6:6. ആവർത്തനം 6:6. ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. നിന്റെ വചനത്തിലിരിക്കണം. പിന്നെ നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. അപ്പം ഈ വചനം നമ്മൾ ഹൃദയത്തിലിരിക്കണം. അല്പം മുമ്പ് ഞാൻ പറഞ്ഞു, ഈ വചനം നമ്മുടെ ഹൃദയത്തിലിരിക്കണം. കള്ള അപ്പോസ്തലന്മാരും കള്ള പ്രവാചകന്മാരും ബൈബിളും കൊണ്ട് നടന്ന് അനേകരെ തെറ്റിക്കുന്നുണ്ട്. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷത്തിൽ സഞ്ചരിക്കുന്നുവല്ലോ. അപ്പം ഈ വചനം നിന്റെ ഹൃദയത്തിലിരിക്കണം. ഹല്ലേലൂയ. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് ആവർത്തന പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ് കർത്താവ് സാത്താനോട് പറയുന്നത്. മനസ്സിലാക്കണം. നിങ്ങളെ ആരെങ്കിലും പ്രലോഭിപ്പിക്കുവാൻ ദൈവവചന വിരുദ്ധമായ കാര്യങ്ങളിൽ അത് സംസാരിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിനെ എതിർക്കാൻ, അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയാനുള്ളതായ ചങ്കൂറ്റം നിങ്ങൾക്കുണ്ടോ? യേശു പറഞ്ഞ് കൈയടിച്ചു വിടുകയല്ലേ വേണ്ടത്. മനസ്സിലാക്കണം. ഹല്ലേലൂയ. ദൈവത്തെ പരീക്ഷിക്കുക എന്നതിനിവിടെയുള്ള അർത്ഥം ദൈവഹിതമല്ലാത്തത് ഏറ്റെടുത്ത് അതിൽ വരാവുന്നതായ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിന് ദൈവത്തിൽ അതായത് ഹേമം ചെലുത്താമെന്ന് അഹങ്കരിക്കുകയും ചെയ്യുന്നതാണ്. അത് അപകടകരമാണ്. അല്ല, ജീവനത്തിൻ്റെ പ്രതാപം പരീക്ഷയാണ്.
1 യോഹന്നാൻ 2:16 വായിക്കും. 1 യോഹന്നാൻ 2:16. 1 യോഹന്നാൻ 2:16. 1 യോഹന്നാൻ 2:16 മാത്രം. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ആമേൻ. അപ്പോൾ ദേവാലയത്തിൽ നിന്നും ചാടി, ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ നിന്നും ചാടി വൈകാരിക ആയിട്ട് അത് ജനങ്ങളെ ആകർഷിക്കത്തക്ക രീതിയിൽ പരീക്ഷയുടെ ഒരു വശം സാത്താൻ അവിടെ കൊണ്ടുവരികയാണ്. ആണ്, മനസ്സിലായോ? ആണ്. അപ്പൊ ഈ പരീക്ഷയിൽ വിധേയപ്പെടുകയാണെങ്കിൽ ചിന്തിച്ചോ. അപ്പൊ ഇവിടെ സാത്താനെ യേശു പരാജയപ്പെടുത്തി. പ്രലോഭനങ്ങളുണ്ടല്ലോ, ഇപ്പൊ നമ്മൾ വായിച്ചല്ലോ. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇത് മറ്റുള്ളവരുടെ കൈയടി നേടാനും മറ്റുള്ളവരുടെ അംഗീകാരം നേടാനും ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ നിരന്തരം ഫോട്ടോ വരിക. മനസ്സിലായോ? എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അത് ചെയ്തു, ഇത് ചെയ്തു, ഫോട്ടോ ഇട്ട്, അത് ചെയ്ത്, ഇത് ചെയ്ത്, ഇതാണ്. ഇതൊക്കെ ജീവനത്തിൻ്റെ പ്രതാപമാണ് കാണിക്കുന്നത്. കൺമോഹം. ഇതൊന്നും അതവർ ഈ വചനങ്ങളിലോട്ടൊന്നും ആരും ഇറങ്ങി ചെല്ലുന്നില്ലേ? മനസ്സിലാക്കണം, ചിന്തിക്കണം. അപ്പം ഇതൊക്കെ ഇങ്ങനെ പോപ്പുലറായിട്ട് കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറയുണ്ടായി, ഞാൻ ഫേസ്ബുക്കൊക്കെ ഡിലീറ്റ് ചെയ്തു, യൂട്യൂബൊക്കെ ആവശ്യമില്ലാത്തൊക്കെ വന്ന് ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞു. നല്ല കാര്യം, ദാറ്റ്സ് വെരി ഗുഡ്. അപ്പം ഇതിങ്ങനെ ജീവിതത്തിൻ്റെ പ്രതാപം അഹങ്കാരം കാണിക്കാൻ ഞാൻ സംതിങ് ആണെന്ന് ആണ്. അപ്പം ഇതൊരു ദൈവവൈദ്യന് യോജിച്ച കാര്യങ്ങളല്ല, നിങ്ങൾക്കറിയാം, അല്ല. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് അത് വലിയ ഞാനത് ചെയ്ത് ഇത് ചെയ്തെന്ന് പറഞ്ഞ് എന്താ കാര്യം സാധിക്കാനാണ് ദൈവമക്കളെ? അല്ലേ? എന്നാ ദൈവസന്നിധി നമുക്ക് വല്ല നേടാൻ പറ്റിയെങ്കിൽ അതല്ലേ നമുക്ക് ഉള്ളു പറയാനുള്ളൂ. ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് നേടി സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടി വല്ല എന്താ പ്രയോജനം? ഒന്നുമില്ല. വെറും ആണ്. അത് കൂടിക്കൊണ്ടിരിക്കുക, അതാ വേറെ കാര്യം. പക്ഷേ ഇതിനെതിരായിട്ട് ആരും ഒന്നും സംസാരിക്കത്തില്ല. അതിനെ പ്രോത്സാഹിപ്പിച്ചു വിടുക, ഞാൻ കൈയടിക്കുന്നു, ഞാൻ ഒത്തുകൂടുന്നു, ഇതാണ് നടക്കുന്നത്. ആണ്. അപ്പം ഇവിടെ ദൈവപുത്രനാണ് വിഷയം. കല്ലപ്പമാക്കി ഭക്ഷിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ അവൻ ചാകട്ടെ. ഇതാണ് സാത്താൻ്റെ പദ്ധതി. അപ്പോൾ ഒന്നാമത്തതിൽ ആശ്രയമില്ലായ്മ. ദൈവം നിനക്ക് വേണ്ടി കരുതുന്നില്ല, നീ തന്നെ അത് കരുതുക. ദൈവം നിന്നെ സൂക്ഷിച്ചുകൊള്ളൂ എന്ന തെറ്റായ ആശയം ഇവിടെ പല രീതിയിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ സാധാരണഗതിയിൽ വീര്യകൃത്യങ്ങൾ ആവശ്യമുണ്ടോ? നമ്മളത് ചെയ്തു, ഇത് ചെയ്തു എന്ന് പറഞ്ഞ് വീര്യകൃത്യം ചെയ്തതിൻ്റെ ആവശ്യമുണ്ടോ? ആത്മീയ ലോകത്തിലെ കാര്യമാണ് പറയുന്നത്. ആത്മീയത്തിൽ നമുക്ക് ഇപ്പം ലോകപ്രകാരം നമ്മൾ കോളേജിൽ പഠിച്ചു, നമ്മൾ ഡിഗ്രി എടുക്കുന്നു, ഫസ്റ്റ് ക്ലാസ് വാങ്ങിക്കുന്നു. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറി, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. നമ്മളിവിടെ പറയുന്നത് ആത്മീയ കാര്യങ്ങളാണ്. അപ്പോസ്തലനായ പൗലോസ് ഇതിനെ നഖശിഖാന്ത് എതിർത്തിട്ടുണ്ട്. ലേഖനങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ വളരെ ക്ലിയറായിട്ട് അത് കൊരിന്ത്യ ലേഖനമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അതായത് അപ്പം നമ്മൾ കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും, അത് വാങ്ങിക്കണം, നമ്മൾ പരീക്ഷ എഴുതി ജയിച്ചതാണ്. പക്ഷെ ഇതല്ല. ഈ 2 പാട്ട് എഴുതി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആളെ സ്റ്റേജിൽ കൊണ്ടുവന്നു അവാർഡ് കൊടുക്കാൻ കുറേ പേരുമുണ്ട്. അപ്പം ഇതിൽ നാം മയങ്ങി വീഴുന്നു. ദൈവമക്കളെ, ഒരു സ്തോത്രം പറയാൻ കഴിയുന്നത് ആരുടെ കൃപ കൊണ്ടാണ്? ദൈവത്തിന് കൃപയല്ലേ? എൻ്റെ കൂട്ടുകാരന് മണിസ്വാമിയുണ്ട്, ഹീസ് എ ഹിന്ദു. അദ്ദേഹത്തെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ,
രണ്ടാഴ്ചക്ക് മുമ്പ് അദ്ദേഹത്തിന് ഇതും ഉണ്ടായി, സംസാരിക്കാൻ വയ്യാത്ത നിലവാരത്തിലേക്ക് വന്നു. മനസ്സിലാവും? പൊടുന്നനവേ ഓണഫെസ്റ്റുകളായി സംസാരിക്കാൻ വയ്യ. അപ്പം ഇത് നമുക്കൊരു ആമയം പറയാൻ പറ്റുന്ന ആരുടെ കൃപ കൊണ്ട്? ദൈവത്തിൻ്റെ കൃപ. അത് ഞാൻ പോയി അവാർഡ് വാങ്ങിക്കണം. അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം ദൈവത്തിലുള്ള ആശ്രയത്തെ ഒരു വീരകൃത്യം ചെയ്ത് തെളിയിക്കുക, അത് സാധാരണ കൊണ്ടുവന്ന പരിപാടിയാണ്. ഇപ്പം നമ്മൾ അമ്മണിക്കുട്ടി ഈ സെഷൻ ലീഡ് ചെയ്തു, തിരുവചനം വായിച്ചു. ഓക്കെ, ഞങ്ങളെല്ലാം പറയുകയാണ് അമ്മണിക്കുട്ടി ഓക്കെ, വെരി ഗുഡ്, നന്നായിരിക്കുന്നു, ഓക്കെ. അത് പറയണമെന്നല്ല ഞാൻ പറഞ്ഞു, പറയണം. പക്ഷെ അതിന് പോയി അവാർഡ് വാങ്ങിക്കാൻ പോയി നിൽക്കരുത്. അതെ ഞാൻ പറഞ്ഞു. നമ്മൾ പ്രശംസിക്കേണ്ടവരെ പ്രശംസിക്കണം, പക്ഷെ അത് ഫ്ലാറ്ററിങ് ആകരുത്. ഉണ്ട്. പക്ഷെ അത് പൊതുജനങ്ങളുടെ മുമ്പിൽ പോയി സഭയിൽ പോയി എന്ന വലിയ കാര്യം ചെയ്തെന്നുള്ള രീതിയിൽ പോകരുത്. സ്വതന്ത്രം. ആവർത്തനം 6:16 ആവർത്തനം 6:16 നിങ്ങൾ മസ്കയിൽ വെച്ച് പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ദൈവമേ പരീക്ഷിക്കരുതേ. ആമേൻ. ഇതൊരു പരീക്ഷയാണ്. സ്തോത്രം. കർത്താവിൻ്റെ മറുപടി ആണ് സ്തോത്രം. സ്തോത്രം. ചില വാക്യങ്ങൾ എടുത്ത് നമ്മൾ അതിൻ്റെ യഥാർത്ഥ രൂപം മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുന്ന ഏതെങ്കിലും നിയമങ്ങൾ ഇതിലുണ്ടോ? ഇപ്പം ചില വാക്യങ്ങൾ എടുത്ത് അങ്ങനെയാകാം, ഇങ്ങനെയാകാം എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും സാധൂകരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ നിങ്ങൾ ചെയ്യാറുണ്ടോ? ഞാൻ പൊതുവെ ചോദിച്ചതുള്ളൂ, ഉത്തരം പറയണ്ട. അവരുടെ ചിന്തയ്ക്ക് വേണ്ടി പറയാണ്. ഓക്കെ, ചിന്തയ്ക്ക് വേണ്ടി പറയാം. ഇപ്പം ഉദാഹരണം, ഫോർ എക്സാമ്പിൾ, ഇപ്പം പറഞ്ഞ വിഷയം തന്നെ കൊണ്ടുവരാം. ആവരണം ധരിക്കരുത് കുഴിച്ചിട്ടെന്ന് പറഞ്ഞപ്പോൾ അത് ഇട്ടവരുണ്ടല്ലോ എന്ന് പറഞ്ഞ് അപ്പോൾ ഉടനെ വേറെ വാക്യം കൊണ്ടുവരും, മണവാട്ടിക്ക് ആവരണം ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ കൊണ്ടുവരും. അപ്പോൾ അതാണ് പറഞ്ഞത്. അതായത് പല ഒറ്റപ്പെട്ട വാക്യങ്ങൾ കൊണ്ടുവന്ന് അതിനെ നിഷ്ക്രിയമാക്കാൻ ശ്രമിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്. അതായത് നിങ്ങളുടെ ചോയ്സ്, നിങ്ങൾക്ക് അതെങ്ങനെയുണ്ടെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാൻ എടുക്കാം, സബ്റ്റിയോ. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ആരെയൊന്നും നിങ്ങൾ അങ്ങനെ അങ്ങനൊന്നുമില്ല. വചനം പഠിച്ചു കഴിഞ്ഞാൽ ഒരു സിമ്പിളായിട്ട് ഇപ്പം കർത്താവിൻ്റെ മുമ്പിൽ തന്നെയും സാത്താൻ ഈ പ്രലോഭനങ്ങൾ കൊണ്ടുവന്നപ്പോഴും യേശു എങ്ങനെ നേരിട്ടു, എങ്ങനെ മറുപടി പറഞ്ഞു എന്നുള്ളത് കൂടി അത് നമുക്കൊരു പാഠമാണ്. എൻ്റെ 3 മിനിറ്റേ ഉള്ളൂ. ദുരുപദേശങ്ങളും പിന്നെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ചില ഒറ്റപ്പെട്ട വാക്യങ്ങൾ കൊണ്ടുവന്ന് സമർത്ഥിക്കാൻ പോകരുത്. ഹല്ലേലൂയ. ഒരിക്കൽ സഭായോഗത്തിൽ ദാവീദിന്റെ കണ്ണുനീരിൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പം അതിനെ വ്യാഖ്യാനിച്ചത് ഇങ്ങനെയാണ്, അത് ദാവീദിന്റെ കണ്ണുനീരല്ല, അത് അലങ്കാര ഭാഷയാണ്. ഇതാണ് ചിന്തിക്കണം. ദാവീദിന്റെ കണ്ണുനീരിനെ നാം ആലങ്കാരികമാക്കി മാറ്റി. there's a great sin ആണ് ഇപ്പൊ പറഞ്ഞ പോലെ. നമ്മൾ വാക്യങ്ങളെടുത്ത് വ്യാഖ്യാനിച്ച് അതിനെ നിഷ്ക്രിയമാക്കരുത്. കണ്ണുനീരിനെ നാം അലങ്കാരമാക്കരുത്. എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വീഴുമ്പോൾ അമ്മണിക്കുട്ടിയുടെ കണ്ണിൽ നിന്നും ഇന്നാള് കണ്ണുനീർ കരയുന്നത് ഞങ്ങൾ കേട്ട് ചിലരൊക്കെ കേട്ട് കമൻറ്റ് ചെയ്ത് അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ. പലത് അമ്മണിക്കുട്ടിയുടെ കരച്ചിൽ കേട്ട് അതെ, അപ്പോൾ കേട്ട് ഇവിടെ ഉള്ളവരല്ല പുറത്തുള്ളവർ എനിക്ക് കമൻറ്റ് ഇട്ടായിരുന്നു, ഞാനത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ കണ്ണുനീര് അലങ്കാരമാണെന്ന് പറഞ്ഞാൽ അമ്മണിക്കുട്ടിക്ക് എന്തോ വാട്ട് യു വിൽ ഫീൽ, ഹൗ ഡു യു ഫീൽ, വാട്ട് യു വിൽ തിങ്ക് അബൌട്ട് ദാറ്റ്, മനസ്സിലാക്കണം.
അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളതായ കമൻറ്റുകൾ ഇട്ടാൽ പറഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം ആർക്കാ ഉണ്ടാകുന്നത്? അതാ പറഞ്ഞത്, നമ്മൾ സൂക്ഷിച്ച് കണ്ട് നമ്മൾ കമൻറ്റ് ചെയ്യുകയോ സംസാരിക്കുകയോ, ഇവിടെ പറഞ്ഞതല്ല ഞാൻ പറഞ്ഞത്, പൊതുവെ പറയുകയാണ് അല്ല. അപ്പം നമ്മൾ സ്വതന്ത്രം വലിയ വിശ്വാസത്തിന് വേണ്ടി സാമാന്യ ബോധം, അത് വലിയ വിശ്വാസത്തെ വളർത്തുവാൻ നമ്മുടെ യുക്തിബോധം കൂടിയാണ് കൊണ്ടുവരുന്നത്. നമ്മുടെ യുക്തിബോധം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? സൈക്കോളജിയും അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളും ഇതിൻ്റെ ബേസിലാണോ ഇത് കൊണ്ടുവരുന്നത്? നമ്മുടെ വിശ്വാസത്തെ വളർത്തുന്നത് എങ്ങനെയാണ്? ദൈവവചനമാണ്. ദൈവവചനമാണ്. വചനത്തിൽ കൂടിയാണ് നമ്മൾ വളരുന്നത് ആണ്. അതെ. ഇനിയും കഴിഞ്ഞ ആഴ്ചയിൽ ഇത് തന്നെയാണ് നമ്മൾ പറയാൻ പറ്റുന്നത്. 48 ഞാൻ അവസാനിപ്പിക്കുക. ഓക്കെ, അടുത്ത ആഴ്ച ബാക്കി നമുക്ക് ധ്യാനിക്കുക. അതായിരിക്കും നല്ലത്. ഓക്കെ, 48 നമ്മൾ കുട്ടിക്ക് സമയം വേണം. അവിടെ ദൈവമക്കളെ നമുക്ക് ഈ കേൾക്കുന്ന വചനപ്രകാരം നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ അഗ്രഗണ്യരായി തീരണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. നാം ഏറ്റവും ഉയർന്ന നിലവാരങ്ങളിലേക്ക് വരണം. അതാണ് നമ്മൾ ഈ പഠനത്തിൽ കൂടി നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അതിനുവേണ്ടി നമുക്ക് സമർപ്പിക്കാം. ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അമ്മയെക്കുട്ടി. താങ്ക് യു.